നിയമങ്ങളൊക്കെ മാറിയത് എന്നെ പോലെ മാഡത്തിന് നന്നായി അറിയാം. അല്ലെങ്കിൽ മാഡം എന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനൊരു ഭീഷണി മുഴക്കില്ലായിരുന്നു. ഇതൊരു ഡീലാവുന്നില്ലല്ലോ. വേറെന്തെങ്കിലും ഡീലുണ്ടെങ്കിൽ വെക്ക്. അപ്പൊ എന്നോട് എന്തോന്നില്ലാതില്ല. പോവാം. പോവാം. അത് സ്കൂള് പോലൊന്നുമല്ല. നമുക്ക് കോളേജ് കാണുമ്പോ തന്നെ പേടിയാവും. ഒരു വലിയ കോട്ട പോലെയുണ്ട്. നമ്മൾ ഈ +2 പഠിക്കുമ്പോ ഒരേ പ്രായത്തിലുള്ള കുട്ടികളല്ലേ കൂടെ ഉണ്ടാവാറുള്ളത്. ഇതങ്ങനെയല്ല, പല പല പ്രായത്തിലുള്ളവരാ. അതെ അമ്മേ, ജയരാമൻ സാറിന്റെ മനസ്സിന്റെ പുണ്യം കൊണ്ടാ പഠിക്കാൻ പറ്റുന്നത്. എല്ലാം നിന്റെ കൃപാകടാക്ഷം. കൊട്ടാരത്തിന്ന് എവിടേക്കാന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളെ ഇവിടേക്ക് തന്നെ കൊണ്ടെത്തിച്ചത് നീയാ. ഇപ്പോ നീ തന്നെ എനിക്ക് പഠിക്കാനുള്ള അനുവാദം തന്നു. ഇപ്പോഴേക്കോ മനസ്സിൽ ചില മോഹങ്ങളും കടന്നു കൂടിയിട്ടുണ്ട്. അത് നീ തന്നെ നടത്തി തരണേ ദേവി. ചിന്നു, ചന്ദ്രമ്മ, ചിന്നുനെ രമ മേഡം വിളിക്കുന്നു. പേടിക്കണ്ട, ഏതായാലും കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്തില്ലേ. നീ ധൈര്യമായിട്ട് ചെല്ല്. അവരെന്തെങ്കിലും പറഞ്ഞാ നിന്റെ ഭാഗം നീയും വാദിക്ക്. നീ ധൈര്യമായിട്ട് പോ. ചിന്നു വരുന്നത് വരെ സീതയ്ക്ക് ഞാൻ കമ്പനി കൊടുത്തോളാം. എന്നാ ഞാൻ പോയിട്ട് വരാം ചന്ദ്രമ്മ. അമ്മേ. മാഡം, കേറി വാ. ഇണങ്ങാത്ത മൃഗത്തെ കെണി വച്ചു വീഴ്ത്തണം എന്നൊരു നാട്ടുചൊല്ലുണ്ട്. നീ അത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, നീ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കണ്ടെന്ന്. പക്ഷേ നീ അത് കേട്ടില്ല. നിനക്ക് പഠിച്ചേ പറ്റൂ. ഇത് ഓർമ്മയുണ്ടോ നിനക്ക്? നീ ഒപ്പിട്ട് തന്ന സ്റ്റാമ്പ് പേപ്പറാ. ഇതിലെനിക്ക് എന്തും എഴുതി ചേർക്കാം. ഞാനിതില് നീ ഒരിക്കലും LLB പഠിക്കാൻ പോകില്ല എന്ന് എഴുതി ചേർക്കാൻ പോവാ. ഈ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തന്നപ്പോ കരുതിയില്ലല്ലേ ഇങ്ങനെ ഒരു കുരുക്ക്. എന്താ ഇന്നത്തോടെ അവസാനിപ്പിക്കല്ലേ? നിന്റെ
പഠിത്തവും LLB മോഹവും ഒക്കെ. എടി, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അല്ലെങ്കിൽ അതൂർന്ന് താഴേക്ക് പോവും. നിനക്ക് സംഭവിച്ചതും അതാ. അടുക്കളക്കാരിക്ക് മജിസ്ട്രേറ്റ് ആകണം. അതിമോഹമല്ലേ മോളെ? ഇനിയും പലരും നിന്നെ പഠിപ്പിക്കാന്നൊക്കെ പറയും. അതൊക്കെ നീ സ്നേഹത്തോടെ റിജക്റ്റ് ചെയ്തേക്കണം. ഇല്ലെങ്കിൽ ഈ പേപ്പർ ഞാനങ്ങ് ഫില്ല് ചെയ്യും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന് നിനക്കറിയാലോ. ഒന്നും സംഭവിക്കില്ല. നിയമങ്ങളൊക്കെ മാറിയത് എന്നെ പോലെ മാഡത്തിന് നന്നായി അറിയാം. അല്ലെങ്കിൽ മാഡം എന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനൊരു ഭീഷണി മുഴക്കില്ലായിരുന്നു. ഇതൊരു ഡീലാവുന്നില്ലല്ലോ. വേറെന്തെങ്കിലും ഡീലുണ്ടെങ്കിൽ വെക്കേ. ഇത് ഞാൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്കാ. ഇതില് നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാം. പക്ഷേ നീ പഠിക്കാൻ പോകാൻ പാടില്ല. ഇത് രമാദേവിയുടെ അഭിമാനത്തിന്റെ പ്രശ്നം.